ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം. 2 ദിവസം മുമ്പ് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളും രോഗികളും ആശംസകൾ നേർന്നുകൊണ്ട് സന്ദേശങ്ങൾ അയക്കുകയുണ്ടായി. അവർക്കൊക്കെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം അവസരങ്ങളിൽ രോഗികളായ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കളായ സുഹൃത്തുക്കൾ അറിയാൻ ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെ വിസിറ്റിങ്ങിന് നമ്മൾ സന്ദർശിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവിൽ വന്നിട്ടുള്ളത്. അതിലൊന്നാമതായി, നാം ഒരു ഡോക്ടറുടെ അടുത്തോട്ട് പോകുമ്പോൾ, ഒരു കൺസൾട്ടിംഗ് റൂമിൽ പ്രവേശിക്കുമ്പോൾ, പലപ്പോഴും വളരെ തിരക്കുള്ള ഹോസ്പിറ്റലുകളായിരിക്കും, ഡോക്ടർമാർ വളരെ ബിസി ആയിരിക്കാം. അപ്പോൾ ആ നിമിഷത്തിൽ പെട്ടെന്ന് നമ്മൾ ഡോക്ടറുടെ അടുത്ത് നമ്മുടെ രോഗവിവരങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് പറയാൻ പറ്റാതെ കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരാവുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും രോഗികൾക്ക് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നടക്കം എൻ്റെ 1-2 രോഗികൾ കൺസൾട്ടിങ് കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്നെ ഫോൺ ചെയ്യുകയും, ഡോക്ടർ ഞങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ടായിരുന്നു പറയാൻ, ഞങ്ങളത് വിട്ടുപോയി എന്നുള്ള രീതിയിൽ വരെ സംസാരിക്കുന്നു. അപ്പോൾ പലപ്പോഴും എല്ലാ രോഗികളായ നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു വിഷമമാണ് ഈ കാര്യം. രോഗവിവരങ്ങൾ പൂർണ്ണമായി നമ്മുടെ ഡോക്ടറെ ധരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രയാസം പലപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് പറയുന്നത്. നമ്മൾ ഡോക്ടറുടെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ശരിക്കും അതൊരു പ്രിപ്പയർഡ് ആയിട്ട് നമ്മുടെ രോഗവിവരങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമ്മളതൊന്ന് എഴുതി വെക്കുക. ഒന്നോ രണ്ടോ ഒരു ചെറിയൊരു കഷ്ണം പേപ്പറിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒന്ന് കുറിച്ചിടുക നമ്മുടെ രോഗവിവരങ്ങൾ. പ്രത്യേകിച്ച് പഴകിയ രോഗങ്ങൾക്ക് ചികിത്സ സ്വീകരിക്കുന്ന, അഥവാ ക്രോണിക് ഡിസീസസിന് ചികിത്സ സ്വീകരിക്കുന്ന പല ആളുകൾക്കും അവരുടെ രോഗത്തിൻ്റെ ഹിസ്റ്ററി, അതുപോലെ രോഗം സ്റ്റാർട്ട് ചെയ്തത് മുതൽ അതിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവർക്ക് ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ, അതിലുണ്ടാവുന്ന പല പ്രയാസങ്ങളും പലപ്പോഴും ഡോക്ടറുമായി ഷെയർ ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാവും. അത് പലപ്പോഴും അവരുടെ ചികിത്സയിലും അവരുടെ തുടർ ചികിത്സയിലൊക്കെ അത് പലപ്പോഴും അത് ആവശ്യമായ സംഗതികളുമായി വരും. അപ്പം അത്തരം കാര്യങ്ങൾ ഡോക്ടറുമായി ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ സുഹൃത്തുക്കളായ രോഗികൾ അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കൾ ആ ഡോക്ടറെ സന്ദർശിക്കുമ്പോൾ പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്യുക. അത് നോട്ട് ചെയ്തതിന് ശേഷം ഡോക്ടറോട് പറയാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇനി രണ്ടാമതായി, നാം ഒരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറോട് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ ശരിയായ രീതിയിലുള്ള ശരിയായ വിവരങ്ങൾ ഡോക്ടറുമായി സംവദിക്കുക, ഡോക്ടറുമായി സംസാരിക്കുക, അല്ലെങ്കിൽ ഡോക്ടറോട് രോഗവിവരങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പല രോഗികളും 1-2 കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഡോക്ടറെ അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യം അങ്ങനെ ആയിരുന്നില്ല, അത് ഞാൻ ഡോക്ടർ അന്ന് ചോദിച്ചപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഒരു മദ്യപാനമുണ്ടോ, അല്ലെങ്കിൽ പുകവലിയുണ്ടോ, അല്ലെങ്കിൽ മറ്റു ദുശ്ശീലങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ രോഗത്തിന് കാരണമായ മറ്റു പല കാരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പല രോഗികളും അത് അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിൽ ആദ്യം പറയുകയും പിന്നീട് അവരുടെ 2-3 കൺസൾട്ടേഷൻ കഴിഞ്ഞ് രോഗത്തിന് സ്ഥായിയായ കുറവ് വരുന്നില്ല, അല്ലെങ്കിൽ രോഗ ലക്ഷണങ്ങൾക്ക് കുറവ് വരുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് പലപ്പോഴും ഡോക്ടറായിട്ട് അത്തരം വിവരങ്ങൾ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ അവർ ഡോക്ടറുമായി പറയാൻ പലപ്പോഴും സന്നദ്ധത പ്രകടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് രണ്ടാമതായി എൻ്റെ രോഗികളോട്, എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഡോക്ടർമാരുമായി ഏത് ഡോക്ടർമാരായിക്കോട്ടെ, നമ്മൾ ഒരു ഡോക്ടറെ നമ്മൾക്ക് നമ്മുടെ രോഗം മാറണം അല്ലെങ്കിൽ രോഗം ചികിത്സിച്ച് സുഖപ്പെടണം എന്നുള്ള നല്ല ഉദ്ദേശത്തിലാണ് നമ്മളൊരു ഡോക്ടറെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ വ്യക്തമായിട്ട് അതിൻ്റെ നല്ല ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ അത് ശരിയായ രീതിയിലുള്ള വിവരങ്ങൾ ഡോക്ടർക്ക് നൽകുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം. ഇനി മൂന്നാമതായി, പലപ്പോഴും ഇപ്പോൾ കുറച്ചു കാലങ്ങളായി കണ്ടുവരുന്ന ഒരു ശീലമാണ് രോഗികളിൽ സ്വയം ചികിത്സ അല്ലെങ്കിൽ സ്വയം ലാബ് ടെസ്റ്റുകളും മറ്റും സ്വയമായി ചെയ്തുകൊണ്ട് ഡോക്ടറുടെ അടുത്തോട്ട് വരിക എന്നുള്ളത്. പലപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഡെങ്കിപ്പനി അതുപോലെയുള്ള പനി സീസണിലൊക്കെ ഒട്ടുമിക്ക രോഗികളും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും WBC കൗണ്ടും അതുപോലെയുള്ള റൂട്ടീൻ ബ്ലഡ് എക്സാമിനേഷൻസും അതുപോലെ കംപ്ലീറ്റ് ബ്ലഡ് എക്സാമിനേഷൻസും ഒക്കെ ചെയ്തിട്ടാണ് പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് സമീപിക്കാറുള്ളത്. ഡോക്ടർ, ഞങ്ങൾ പനി തുടങ്ങി 2 ദിവസമായപ്പോഴേക്കും ഞങ്ങൾ കൗണ്ടൊക്കെ നോക്കി, കൗണ്ടിന് കുറവൊന്നുമില്ല, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ കുറവൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല രോഗികളും ടെസ്റ്റുകൾ അനാവശ്യമായി ചെയ്യുന്നത് കാണാറുണ്ട്. ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഒരു ടെസ്റ്റുകൾ ചെയ്താൽ മതി. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു രോഗി മുൻകൂട്ടി ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഡോക്ടർക്ക് ചിലപ്പോൾ മറ്റു ലക്ഷണങ്ങളായിരിക്കും ആ രോഗിയിൽ ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പനിയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ആ രോഗിയിൽ ചിലപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ ഡോക്ടർക്ക് ദർശിക്കാനാവും, ചിലപ്പോൾ ചില ടൈഫോയിഡിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാനാവും. അപ്പോൾ രോഗി ആദ്യം ജനറൽ ടെസ്റ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞ് വീണ്ടും ആ രോഗിയെ ഒരു ബ്ലഡ് ടെസ്റ്റിന് പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥ ഡോക്ടർക്ക് വീണ്ടും സംജാതമാകും. അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളെല്ലാം ഒരൊറ്റ
ടെസ്റ്റോടുകൂടി ഒറ്റ പ്രാവശ്യത്തെ ബ്ലഡ് കളക്ഷനോടുകൂടി ഈ ടെസ്റ്റുകളെല്ലാം നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ അങ്ങനെ ഒരു ടെസ്റ്റ് റെലവൻ്റ് ആണ്, ആവശ്യമാണ് എന്ന് പറയുകയാണെങ്കിൽ മാത്രം ആ ടെസ്റ്റിലോട്ട് നാം സമീപിക്കുക എന്നുള്ളതാണ്. ഇതാണ് നാം മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നീട് ഈ രോഗിയുടെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രോഗിയുടെ ബന്ധുക്കൾ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ്, രോഗിയുടെ കൂടെ വരുന്നവർ, പ്രത്യേകിച്ച് രോഗിയുടെ വിവരങ്ങൾ ശരിയായി അറിയുന്ന ആളുകൾ മാത്രം രോഗിയുടെ കൂടെ പോവുക എന്നുള്ളതാണ്. പലപ്പോഴും പല രോഗികളും അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് തീരെ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ട് അവരുടെ രോഗവിവരങ്ങൾ ഡോക്ടറുമായി പറയാൻ സാധിക്കാത്ത ആളുകളൊക്കെ അവരുടെ കൂടെ വരുന്നവർക്ക് ഈ ഡോക്ടർ എന്തെങ്കിലും ചോദിക്കുന്നതിന് ശരിയായ ഒരു മറുപടിയോ അല്ലെങ്കിൽ ശരിയായ ഒരു ഉത്തരമോ അല്ലെങ്കിൽ അവരുടെ രോഗവിവരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ രോഗങ്ങൾ എപ്പോൾ ആരംഭിച്ചു എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു വേർതിരിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. പ്രത്യേകിച്ച് ചില ആളുകൾ, ചില പാരൻസ് കുട്ടികളെ കൊടുത്തു വിടുമ്പോൾ ചില അച്ഛന്മാരുടെ അടുത്തായിരിക്കും ചില കുട്ടികളെ പനിയോ ജലദോഷമോ കഫ്കെട്ടോ വയറിളക്കോ എന്താണെങ്കിലും ചിലപ്പോൾ അമ്മമാർക്ക് ചിലപ്പോൾ പോരാൻ സമയമില്ലാത്തത് കൊണ്ടോ എന്തോ കാരണം പലപ്പോഴും അച്ഛന്മാർ കൊണ്ടുവരുമ്പോൾ അവർക്ക് പലപ്പോഴും അവർ ജോലി തിരക്കിലും ജോലിയുടെ ഭാഗമായും അവർ പലപ്പോഴും ഈ കുട്ടിയുടെ രോഗവിവരങ്ങളും രോഗലക്ഷണങ്ങളും രോഗങ്ങൾ എപ്പോൾ ആരംഭിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും പല ആളുകൾക്കും അറിയാൻ സാധിക്കില്ല. അപ്പോൾ അവർ വന്ന് ഡോക്ടറുടെ അടുത്ത് മുമ്പിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ രോഗവിവരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവുക. അത് പലപ്പോഴും ഡോക്ടർമാരുടെ മരുന്ന് എഴുതുന്നതിലും അതുപോലെ അവരുടെ ചികിത്സ നിർദ്ദേശിക്കുന്നതിലും അതുപോലെ അത്തരം കാര്യങ്ങളിലൊക്കെ പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പിന്നീട് വരാവുന്ന ഒരു കാര്യം, അഞ്ചാമതായി എനിക്ക് പറയാനുള്ളത് ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. പല രോഗികളും പലപ്പോഴും ഡോക്ടർമാർ, ഇപ്പോൾ നമ്മൾ ഷുഗർ ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും അതുപോലെയുള്ള രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളിലൊക്കെ മരുന്നുകൾക്ക് അപ്പുറത്ത്, മരുന്നുകൾക്കുപരിയായി ഒരുപാട് നിർദ്ദേശങ്ങൾ അതുപോലെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളൊക്കെ നാം ചെയ്യേണ്ടതുണ്ട്. അത് പലപ്പോഴും ചെയ്യാതെ അതിന് പകരമായി മരുന്നുകൾ എക്സ്ട്രാ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളൊരു ട്രെൻഡിലോട്ട് പല രോഗികളും മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കല്യാണത്തിന് പോയാൽ ഒരു പായസം കഴിച്ചിട്ട് ഒരു ഷുഗറുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് ഉള്ള ഒരു രോഗി പായസം കഴിക്കുകയും 2 ഗുളിക അധികം കഴിച്ചാൽ മതി, ഷുഗർ കൺട്രോൾ ആവും എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാതെ ഇത്തരം കാര്യങ്ങൾ മരുന്ന് ഓവർഡോസായി കഴിക്കുക എന്നതിലുപരി ജീവിതശൈലിയെ നിയന്ത്രിക്കുക, രോഗികൾ തങ്ങളുടെ രോഗലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നുള്ളതുകൂടെ അവരുടെ ചികിത്സയിലും അവരുടെ തുടർ ചികിത്സയിലും അവരുടെ രോഗനിവാരണത്തിനും ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ കൂടെ ഏവരുടെയും ശ്രദ്ധയിൽ ഒരു വിവരമായി അറിയിച്ചുകൊള്ളുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത്തരം വിവരങ്ങൾ ഈ ഒരു ഡോക്ടേഴ്സ് ഡേയിൽ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ രോഗികൾക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.